എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഒരു ഘട്ടം വരെ അദ്ദേഹം ഹരിശ്ചന്ദ്രന് തുല്യമാണ് എന്ന് ഇടതുപക്ഷത്തു നിന്നുള്ള ആൾക്കാരും നമ്മുടെ ആരോഗ്യമന്ത്രിയും ചേർന്ന് ഒരു പ്രചരണം നടത്തുന്നു. എനിക്ക് ടെൻഷൻ കാരണ്ടാ. എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരിയും ഒരുമിച്ച കൊട്ടണം. അതിനുശേഷം മുഖ്യമന്ത്രി ഒരു പരസ്യ പ്രതികരണം അദ്ദേഹത്തിനെതിരെ നടത്തുന്നതോടുകൂടി അതൊരു ഡോഗ് വിസിൽ കണക്കെ ഏറ്റെടുത്തിട്ട് പിന്നീട് നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ സിസ്റ്റം അദ്ദേഹത്തിനെതിരെ തിരിയുകയാണ്. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? ആ രാഷ്ട്രീയ സിസ്റ്റം തിരിയുന്നതോടുകൂടി നമ്മൾ ഈ പറയുന്ന ആരോഗ്യരംഗത്തിന്റെ സിസ്റ്റവും അദ്ദേഹത്തിനെതിരെ മാറുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നതെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രതികാര നടപടികളാണ്. അതല്ലാതെ ഇതൊക്കെ തന്നെ ഡിപ്പാർട്ട്മെന്റലായിട്ടുള്ള നടപടികളാണ്. അപ്പൊ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്രയും ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം നാളിതുവരെ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിടുക്കം കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. മറിച്ച് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണം നടത്തുന്നതിന്, അത് ത്വരിതപ്പെടുത്തുന്നതിന്, അതിന്റെ റിപ്പോർട്ട് കാണുന്നതിന്, ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്തേണ്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മറ്റ് അന്വേഷണങ്ങൾ നടത്തുന്നതിന്, മെമ്മോ കൊടുക്കുന്നതിന് ഒക്കെ തന്നെ വലിയ തിടുക്കം. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, പറഞ്ഞിരിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് അറിഞ്ഞ് പരിഹരിക്കുന്നതിന് പകരം മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നു. അവിടെ വലിയൊരു വേഗവും നമ്മൾ കാണുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ നുണയനായി മാറുന്നു. അദ്ദേഹം സർജറി മനഃപൂർവ്വം മുടക്കിയ ആളായി മാറുന്നു. അദ്ദേഹം ജോലിയിൽ വീഴ്ച വരുത്തിയ ആളായി മാറുന്നു. ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന നിലയിൽ അദ്ദേഹം ഉത്തരവാദിത്തം കാട്ടാത്ത ഒരാളായി മാറുന്നു. സർക്കാരിന് അപകീർത്തി ഉണ്ടാക്കിയ ആളാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം തന്നെയല്ലേ. അപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതിന് ശേഷവും മുൻപും ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർക്ക് നമ്മുടെ സിസ്റ്റം കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏത് രീതിയിലാണ് എന്ന് ആലോചിച്ച് നോക്കും. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. വീണ ജോർജ് ആദ്യം പറഞ്ഞിരുന്നതിനെല്ലാം വിരുദ്ധ ദിശയിലുള്ള കുറേയധികം കാര്യങ്ങൾ റിപ്പോർട്ടായിട്ട് തന്നെ ഒരുപക്ഷെ വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ കേവലം ഒരാരോപണമല്ല, മറിച്ച് ആരോപണങ്ങളുടെ ഒരു കൂമ്പാരമാണ്. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് 2 വർഷം മുമ്പ് കാണാതെ പോയി എന്ന് പറയപ്പെട്ട ഒരു മെഡിക്കൽ ഉപകരണം പിന്നീട് അത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് അന്വേഷണത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ന്യൂറോളജി മേധാവിയായിട്ട് ഏതാണ്ട് 1 വർഷം മുമ്പ് മാത്രം നിയമിതനായിട്ടുള്ള ഒരാളായിട്ടുള്ള ഡോക്ടർ ഹാരിസിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഇത് പരാമർശ വിധേയമായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ റെഗുലർ ഓഡിറ്റ് ഉണ്ടാകേണ്ടതല്ലേ? അവരുടെ സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതല്ലേ? അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതല്ലേ? ഇതൊക്കെ തന്നെ റുട്ടീനായിട്ട് നടക്കേണ്ടതാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വില കൂടിയ ഒരു ഉപകരണം കാണാതെ പോയി എന്ന് പറയുന്നത്? അപ്പോ ഇത് അദ്ദേഹം കൊണ്ടുപോയി എന്നാണോ പറയുന്നത്? ഡോക്ടർ ഹാരിസ് പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ആ പറഞ്ഞതിൽ ഒരു 6 ലക്ഷം തള്ളിയിട്ടുണ്ട്. 13 ലക്ഷത്തി സംതിങ് ഉണ്ട്, മറ്റേത് 20 ലക്ഷം എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടെ അദ്ദേഹം എടുത്തുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിന്റെ ലിവിംഗ് റൂമിൽ ടീപ്പോയിൽ വെച്ചിരിക്കുന്ന ഓസിലോസ്കോപ്പ് എന്നാണോ നമ്മൾ പറയുന്നത്? അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് അതവിടെ കാണാതെ പോയത് എന്നാണോ? അതോ ടൈം മെഷീൻ വെച്ചിട്ട് താൻ 1 വർഷം മുമ്പാണ് അവിടെ ചാർജ് ഏറ്റെടുത്തത് എങ്കിലും 2 വർഷം മുമ്പുള്ള കാലത്തേക്ക് അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം ഇത് സെറ്റ് ആക്കിയിട്ട് തിരിച്ചു വരണം എന്നാണോ പറയുന്നത്? എന്താണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്? എന്നെ സംശയിക്കരുത്. അതുകൊണ്ട് ആ പരാമർശം ഒരു തരത്തിലും ഒരു നിഷ്കളങ്ക പരാമർശമായിട്ട് കണക്കാക്കാൻ കഴിയുകയില്ല. അത് വാങ്ങിയിരിക്കുന്നത് MP ഫണ്ട് ഉപയോഗിച്ചാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ് ആ MP ഫണ്ട് ആണ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. വളരെ കൃത്യമായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. നമ്മളൊരു സിനിമയിൽ ഒരു തിരക്കഥയിൽ വരുന്ന കാര്യങ്ങൾ, നമ്മൾ സിനിമയിൽ ചിത്രമായിട്ട് കാണുന്ന കാര്യങ്ങളിൽ ഒരു പത്രം ഒരാൾ വായിക്കുന്നുണ്ടെങ്കിൽ ആ പത്രം കേരള കൗമുദിയാണോ ദേശാഭിമാനിയാണോ എന്നതുവരെ പ്ലേസ്ഡ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കും പ്ലേസ്ഡ് ആണ്. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. പൊതുജന വികാരം അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മാത്രമേ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ കാണുകയുള്ളൂ. സത്യം പറഞ്ഞാൽ ശ്രീ ഹാരിസ് ഇവിടെ ചെയ്തത് എന്താണ്? ഇപ്പൊ PG ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രവർത്തിച്ചത് പൊതുജന താല്പര്യാർത്ഥമാണ്. തന്റെ കരിയർ മൊത്തത്തിൽ തന്നെ പ്രതിസന്ധിയിലാകുമെന്ന് അറിഞ്ഞിട്ടും പ്രൊഫഷണൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ മൂല്യത്തിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു റിസ്ക് എടുത്ത മനുഷ്യനാണ്. സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക എന്ന് മാത്രമല്ല
അദ്ദേഹം ഒരു നുണയനും ചതിയനും സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നവനും സർവോപരി കള്ളനും കൊള്ളരുതാത്തവനുമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്ന വലിയ ഡോഗ് വിസിലാണ് പിന്നെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം അങ്ങേയറ്റം ഹിസ്റ്റീരിക് ആയിട്ട് ഉള്ള രീതിയിൽ ഒരു വിച്ച് ഹണ്ട് നടത്തും. നമ്മളിത് നേരത്തെ കണ്ടിട്ടുണ്ട്. നമ്മളിത് സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. നവീൻ ബാബു എന്നായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ പേര്. അവൻ പറഞ്ഞ നേരാ. ജീവിച്ചിരിക്കുന്ന ഒരു നവീൻ ബാബു ആണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ഒരു അപകടം, ആ ഒരു വിച്ച് ഹണ്ട്, ഇങ്ങനെ വളരെ പർപ്പസ്ഫുൾ ആയിട്ട് ഈ സിസ്റ്റം അദ്ദേഹത്തിനെതിരെ തിരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ മനസ്സിലായതുകൊണ്ടാകും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇമോഷണലായി മാറിയത്. ഇതുവരെ വളരെ അപ്രൈറ്റ് ആയിട്ട് നിന്നിട്ട് മാറ്റർ ഓഫ് ഫാക്ട് ആയിട്ട് മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് മാറുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഒരു ഡിസൈൻ ഉണ്ട്. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരുപക്ഷെ നവീൻ ബാബുവിനെ സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ഇനി ഒരു നവീൻ ബാബു ഉണ്ടാകരുത് അന്ന് എന്നൊക്കെ നമ്മൾ അന്ന് ചർച്ചയിലെല്ലാം പറഞ്ഞതാണ്. അത് ഉണ്ടാകരുത് എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ സംഘടനയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് നിസ്സീമമായിട്ടുള്ള പിന്തുണ ഉണ്ടാകണം. ഇവരുടെ ഈ ആക്രമണങ്ങളെ, ഇവർ ഈ ഉണ്ടാക്കുന്ന ക്യാപ്സൂളുകളെ, ഈ പറയുന്ന കാര്യങ്ങളെ എല്ലാം എതിർക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. മാധ്യമങ്ങൾ ശ്രമിക്കണം. ഈ നാട്ടിൽ പൗരബോധമുള്ള ആൾക്കാർ ശ്രമിക്കണം. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. കാരണം അദ്ദേഹം ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് PG സംസാരിച്ചത്? അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ശ്രമിച്ചത്. മറിച്ച് അദ്ദേഹം ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് തുറന്നു പറയുകയാണ് ചെയ്തത്. അതിനു വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ സമീപിച്ചിട്ട് ഗുണമില്ല എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ഇത് ചെയ്തത്. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ കൂടിയാണ് അദ്ദേഹം അവിടെ പ്രതികരിച്ചത്. അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിന് മുന്നിൽ വന്നിരിക്കുന്ന രോഗികൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഏത് തരത്തിലുള്ള രോഗികളാണ് കൂടുതലായിട്ടും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ മഴയത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ സിസ്റ്റം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വളരെ ഓർക്കസ്ട്രേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതല്ല. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.